ഭക്തജനത്തിരക്കിൽ പുണ്യ നിർവൃതി അണിഞ്ഞ് ഗുരുവായൂർ ക്ഷേത്ര സന്നിധി. ചിങ്ങമാസത്തിലെ ആദ്യ ഞായറാഴ്ചയായ ഇന്ന് ഗുരുവായൂർ അമ്പലനടയിൽ റെക്കോർഡ് കല്യാണമേളമാണ്. ഇന്ന് കിഴക്കേ നടയിലെ 6 മണ്ഡപങ്ങളിലായി 437 വിവാഹങ്ങളാണ് നടക്കുന്നത്. പുലർച്ചെ തന്നെ ക്ഷേത്രനടയിൽ വിവാഹ ചടങ്ങുകൾ തുടങ്ങി. സാധാരണ ദിവസങ്ങളെക്കാൾ ഭീമമായി തിരക്ക് അനുഭവപ്പെടുന്നതിനാൽ കല്യാണ ചടങ്ങുകൾ തടസ്സമില്ലാതെ വേഗത്തിൽ പൂർത്തിയാക്കാൻ ദേവസ്വം ഭരണസമിതിയും പോലീസും വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. വിവാഹങ്ങൾ കൃത്യമായി നടപ്പിലാക്കുന്നതിനായി കൂടുതൽ കോയ്മമാരെയും ശാന്തിക്കാരെയും മണ്ഡപങ്ങളിൽ നിയോഗിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിലെത്തുന്ന ഓരോ വിവാഹ സംഘത്തിനും തടസ്സമില്ലാതെ ചടങ്ങുകൾ പൂർത്തിയാക്കാൻ കണിശമായ ക്രമീകരണങ്ങളാണ് നിലവിലുള്ളത്. ആദ്യമെത്തുന്നവർക്ക് മുൻഗണനാ ക്രമത്തിൽ ടോക്കണുകൾ നൽകുകയും ഊഴമെത്തുമ്പോൾ മാത്രം മണ്ഡപങ്ങളിലേക്ക് കടത്തിവിടുകയും ചെയ്യുന്നു. ഭക്തർക്ക് വഴിയറിയാനും വിവരങ്ങൾ മനസ്സിലാക്കുവാനുമായി കിഴക്കേ നടയിലും പരിസരങ്ങളിലും പ്രത്യേക വിവര ബോർഡുകളും സ്ഥാപിച്ചിട്ടുണ്ട്. പൊതുജനങ്ങളുടെയും ഭക്തജനങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനായി പുലർച്ചെ 3:30 മുതൽ തന്നെ പോലീസും ദേവസ്വം സെക്യൂരിറ്റിയും രംഗത്തുണ്ട്. 100-ലധികം പോലീസുകാരെയാണ് ക്ഷേത്രത്തിനകത്തും പുറത്തുമായി സുരക്ഷയ്ക്കായി വിന്യസിച്ചിരിക്കുന്നത്. തിരക്ക് നിയന്ത്രിക്കുന്നതിനായി പ്രത്യേകം വനിതാ പോലീസ് സംഘത്തെയും മഫ്തി പോലീസിനെയും നിയോഗിച്ചിട്ടുണ്ട്. ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ ക്ഷേത്ര പരിസരത്തെ റോഡുകളിൽ പ്രത്യേക ട്രാഫിക് ക്രമീകരണങ്ങളും പ്രാബല്യത്തിലുണ്ട്. സാധാരണ പോലെ തൊഴാനെത്തുന്ന ഭക്തജനങ്ങൾക്ക് ക്ഷേത്ര ദർശനം സുഗമമാക്കുന്നതിനായി പ്രത്യേക വരികളും തയ്യാറാക്കിയിട്ടുണ്ട്. കിഴക്കേ നടയിലെത്തുന്നവർക്ക് ദീപസ്തംഭത്തിന് മുൻപിൽ നിന്ന് ഭഗവാനെ തൊഴുതു വണങ്ങാനുള്ള സൗകര്യവുമുണ്ട്. തൊഴുതു മടങ്ങുന്ന ഭക്തർ തെക്കേ നട വഴി പുറത്തേക്ക് പോകണമെന്ന് ദേവസ്വം അധികൃതർ അഭ്യർത്ഥിച്ചു. കല്യാണ തിരക്ക് വർദ്ധിച്ച സാഹചര്യത്തിലും ഭക്തർക്ക് അന്നദാനവും ദർശന സൗകര്യങ്ങളും തടസ്സമില്ലാതെ ലഭ്യമാക്കാൻ വിപുലമായ തയ്യാറെടുപ്പുകളാണ് ഗുരുവായൂർ ദേവസ്വം പൂർത്തിയാക്കിയിട്ടുള്ളത്.